കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല ഏത്? മലപ്പുറം ജില്ല. കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ഏത്? പത്തനംതിട്ട. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ വർഷം ഏത്? 1987 ജൂലൈ 11. ദേശീയ ജനസംഖ്യാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ രൂപീകരിച്ച സെൻസസ് നടന്ന വർഷം ഏതാണ്? 2011 സെൻസസ്. ലോകത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യം ഏതാണ്? മൊണാക്കോ. ലോക ജനസംഖ്യ എത്ര കോടിയായതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്? 500 കോടി. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത്? ചൈന. ഇന്ത്യയിൽ ജനസാന്ദ്രത കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? മിസോറാം. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ പ്രദേശം ഏതാണ്? കുറങ് കുമൈ, അരുണാചൽ പ്രദേശ്. ദേശീയ ജനസംഖ്യാ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്? 11 മെയ് 2000. രാജ്യവ്യാപകമായി വിപുലമായ ജനസംഖ്യാ കണക്കെടുപ്പ് ആദ്യം നടത്തിയ രാജ്യം ഏത്? ചൈന. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. ആധാർ എന്ന ഹിന്ദി പദത്തിൻ്റെ അർത്ഥം എന്താണ്? അടിത്തറ. ഡെമോഗ്രാഫി എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്ന്? ഗ്രീക്ക്. ഡെമോഗ്രാഫി എന്ന പദത്തിലെ ഡെമോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങൾ. ഡെമോഗ്രാഫി എന്ന പദത്തിലെ ഗ്രാഫി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വരയ്ക്കുക അല്ലെങ്കിൽ എഴുതുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഏത് ഏജൻസിയുടെ നേതൃത്വത്തിൽ ആണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത്? UNDP അഥവാ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? മേഘാലയ. ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏത്? നാഗാലാൻഡ്. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ രാജ്യം ഏത്? ഗ്രീൻലാൻഡ്. ഇന്ത്യയിൽ ആദ്യമായി ജാതീയ സെൻസസ് നടന്ന വർഷം ഏത്? 2011. ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ലക്ഷ്യമെന്ത്? ജനസംഖ്യ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക. കാനേഷുമാരി അഥവാ സെൻസസ് എന്ന പദം ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? കൗടില്യൻ. അർത്ഥശാസ്ത്രം എന്ന കൃതിയിൽ.